നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLൻ്റെ താരലേലം കഴിഞ്ഞിട്ട് ഓരോ സ്ക്വാഡും എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. 10 വ്യത്യസ്ത വീഡിയോകളിലൂടെ ഒരു വീഡിയോ സീരീസ് തന്നെ ഇറക്കി നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ട്, സമഗ്രമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മൾ നോക്കുന്നത് ഈ ഓപ്ഷനിൽ മികച്ച പ്രകടനം നടത്തിയ ടീം ഏതാണ്. അതായത് ഇതിപ്പോൾ കൂടുതൽ വാങ്ങിയെന്നോ കൂടുതൽ സ്പെൻഡ് ചെയ്തോ എന്നൊന്നുമല്ല, ഏറ്റവും പ്രാഗ്മാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്തത് ആരാണ്. കാരണം അവർക്ക് വേണ്ട താരങ്ങളെ കിട്ടിയിട്ടുണ്ടോ, അവരുദ്ദേശിച്ച ടാർഗറ്റ് ചെയ്യപ്പെട്ട താരങ്ങളെ കിട്ടിയിട്ടുണ്ടോ, ഇതൊക്കെയാണ് കാര്യം. അത് വെച്ച് നമ്മൾ ഓരോ ടീമിൻ്റെയും ഓപ്ഷനിലെ പ്രകടനത്തിന് ആവറേജ്, ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ് ഇങ്ങനെയുള്ള ഒരു റേറ്റിംഗ് കൊടുത്താൽ, ഒരിക്കൽ കൂടി പറയാം, ആവറേജ്, എബവ് ആവറേജ്, ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ് ഇങ്ങനെ റേറ്റിംഗ് കൊടുത്താൽ ഓരോ ടീമിനും എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ഗ്രേഡ് കിട്ടും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഏതായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് നിലവിലെ ചാമ്പ്യന്മാരെ തൊട്ടാവട്ടെ, അതായത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഓപ്ഷനിലേക്ക് വരുന്നത് അവരുടെ സ്ക്വാഡ് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ട് ഏതാനും ചില പൊസിഷനുകളിൽ ഒരു കവർ അല്ലെങ്കിൽ ബാക്കപ്പ് കണ്ടെത്തുക ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ക്ലാരിറ്റിയോടെ, വ്യക്തതയോടെയാണ് അവർ ഈ ഓപ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഈ വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നടത്തുന്നത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിശകലനങ്ങളും എക്സ്പേർട്ടുകളുടെ വിശകലനങ്ങളും ഒക്കെ പരിശോധിച്ച് റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഏതായാലും നമ്മൾ RCBയുടെ കാര്യത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ കൃത്യമായ വ്യക്തതയോടുകൂടിയാണ് അവർ ഈ ഒരു ഓപ്ഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ആകെ 10 താരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ ബിഡ് വെച്ചത്. അതിൽ 8 എണ്ണത്തിലും അവർ സക്സസ്ഫുള്ളായി. അവരുടെ വിഷ് ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോഷ് ഹേസൽവുഡിന് ഒരു ബാക്കപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ്. ജോഷ് ഹേസൽവുഡിന് ഇഞ്ചുറിയുടെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ കൂടാതെ നല്ല വർക്ക് ലോഡും ഉണ്ട്. ഇനിയിപ്പോൾ T20 വേൾഡ് കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല വർക്ക് ലോഡുണ്ട്, ടെസ്റ്റ് ക്രിക്കറ്റും കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിനൊരു കവർ അവർക്ക് വേണം, ബാക്കപ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് അവർ നല്ല ശ്രമങ്ങൾ നടത്തിയത്. ഒടുവിൽ ജേക്കബ് ഡഫിയെ ബേസ് പ്രൈസിൽ അവർ കൊണ്ടുപോയി. അതൊരു കിടിലൻ ബൈ ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ICCയുടെ T20 റാങ്കിങ്ങിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു താരത്തെ ബേസ് പ്രൈസിൽ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതൊരു മികച്ച ബൈ തന്നെയായിരുന്നു. പിന്നെ യാഷ് ദയാലിൻ്റെ കാര്യം, യാഷ് ദയാൽ ആ കേസ് പെട്ട് കിടക്കുകയാണ്. അത് ഏതാ കേസ് എന്നൊക്കെ നമ്മൾ നേരത്തെ വിശദമായിട്ട് ആ സമയത്ത് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ IPL ഫൈനലിന് ശേഷം അദ്ദേഹം കളിച്ചിട്ടില്ല, ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കോമ്പറ്റിറ്റീവ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. സോ അദ്ദേഹത്തിന് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബൈ അവർക്ക് വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ ലെഫ്റ്റ് ആം ഓപ്ഷൻ നോക്കിയിട്ട് മങ്കേഷ് യാദവിനെ സ്ക്വാഡിലേക്ക് എത്തിക്കുന്നത്. മങ്കേഷ് യാദവിന് വേണ്ടി കൊടുത്തത് 5.2 കോടിയാണ്. അത് ഈ ഒരു ഉദ്ദേശത്തിൽ, ഈ കാര്യം കവർ ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. പിന്നെ അവർ ഏറെ ആഗ്രഹിച്ചൊരു കളിക്കാരൻ, മറ്റാരുമല്ല, വെങ്കിടേഷ് അയ്യർ. കഴിഞ്ഞ തവണ മെഗാ ഓപ്ഷൻ നടക്കുമ്പോൾ വലിയ രൂപത്തിൽ അവർ താരത്തിന് വേണ്ടി ശ്രമം നടത്തി, പക്ഷേ കിട്ടിയില്ല. ഇത്തവണ അദ്ദേഹത്തെ അവർ പൊക്കിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി അവർ 7 കോടി ഒക്കെ ചിലവഴിച്ചിട്ട് ഇതാ അവർ ആഗ്രഹിച്ച താരത്തെ എത്തിക്കുന്നു. ആൻറ്റി ഫ്ലവർ അതാ പറഞ്ഞത്, ഞങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ഹൈലി റേറ്റ് ചെയ്യുന്നൊരു കളിക്കാരനാണ്, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ വെങ്കടേഷ് അയ്യരെ സ്വന്തമാക്കി. അതവരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അച്ചീവ്മെൻ്റ് ആയിരുന്നു ഈ ഒരു ഓപ്ഷനിലെ എന്ന് പറയാം. അതാണ് ഈ ഓപ്ഷനിലെ അവരുടെ എന്താ പറയുക, മൊമെൻറ്റ് ദാറ്റ് ഡിഫൈൻ ദെയർ ഓപ്ഷൻ എന്നൊക്കെ പറയാവുന്നൊരു മൊമെൻറ്റ്. ഉദ്ദേശിച്ച താരത്തെ അവർ കൊണ്ടുപോയി. ദെൻ അവർ അവരുടെ സ്ക്വാഡിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് വെച്ച് നമ്മൾ ഏതായാലും
RCBയുടെ ഇത്തവണത്തെ ഓപ്ഷന് നമ്മളൊരു എക്സലൻറ്റ് എന്ന രൂപത്തിൽ തന്നെ മാർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായിട്ടുള്ള ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി CSKയുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, CSK വലിയ ഒരു പേഴ്സും കൊണ്ടുവന്ന ഒരു ടീമാണ്. KKR കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയ തുക 43.4 കോടി രൂപയുമായിട്ടാണ് അവർ ഓപ്ഷനിലേക്ക് വന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ തവണ നല്ല തിരിച്ചടി കിട്ടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ടീം ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ടായിരുന്നു. അതനുസരിച്ചാണ് അവർ കാര്യങ്ങളിലേക്ക് പോയത്. സാംകറിനൊക്കെ പോയി, അതുപോലെ തന്നെ അവരിപ്പോൾ സഞ്ജുവിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, പിന്നെ രവീന്ദ്ര ജഡേജ പോയി. അപ്പോൾ അവർക്ക് മികച്ചൊരു ഓൾറൗണ്ടർ വേണമെന്ന് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് KKRനോട് അവർ ഒരു ബിഡിങ് വാറിലേക്ക് പോയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കാമറൂൺ ഗ്രീനെ കിട്ടിയില്ല. ആ ബിഡിങ് വാർ കാമറൂൺ ഗ്രീന് വേണ്ടിയിട്ടായിരുന്നു, അദ്ദേഹത്തെ കിട്ടിയില്ല. അദ്ദേഹം വലിയ തുകക്ക് 25.2 കോടിക്ക് അദ്ദേഹം KKRലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ഓപ്ഷനുകളിലേക്ക് CSKക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അവർ യങ് ആൻഡ് അൺനോൺ ആയിട്ടുള്ള പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് തുക വാരി എറിയുന്നതാണ് കണ്ടത്. മറ്റാരുമല്ല, മിഡിൽ ഓർഡർ വിക്കറ്റ് കീപ്പറായിട്ടുള്ള കാർത്തിക് ശർമ്മക്കും അതുപോലെ ഓൾറൗണ്ടറായിട്ടുള്ള പ്രശാന്ത് വീറിനും വേണ്ടി 14.2 കോടി വീതം അങ്ങ് ചിലവഴിച്ചു. അത് അൺക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ ഓപ്ഷനിലെ തുക കിട്ടിയതിൽ ഏറ്റവും ഉയർന്നതാണ്, റെക്കോർഡാണ്. അപ്പോൾ ഇതിൽ പ്രശാന്ത് വീറിനൊക്കെ ഇപ്പോൾ കണക്കാക്കുന്നത് ഭാവി രവീന്ദ്ര ജഡേജ എന്ന മട്ടിലൊക്കെയാണ്. അതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷേ ആ സ്കിൽ സെറ്റ് അവിടെയുണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. സോ സക്സസ്ഫുൾ ആവുമെന്ന പ്രതീക്ഷയിലാണ് CSK ഉള്ളത്. പിന്നെ നദാൻ എല്ലിസിന് അവർക്കൊരു ബാക്കപ്പ് വേണമായിരുന്നു. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? മുസ്തഫിസുർ റഹ്മാന് വേണ്ടി നല്ല രൂപത്തിൽ ശ്രമിച്ചു. ദിഫീസ് അവരുടെ മുൻ താരം കൂടിയാണ്. അദ്ദേഹമായിരുന്നു ചെപ്പോക്കിലെ പിച്ചിന് ഏറ്റവും സ്യൂട്ടബിൾ. ഇത്ര അനായാസം കൈക്കുഴ ഉപയോഗിക്കുന്നൊരു പേസർ, അത് ആ ഗ്രൗണ്ടിൽ അത്ര അധികം ഉപയോഗപ്രദമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മുസ്തഫിസുർ റഹ്മാനെയും KKR കൊണ്ടുപോയി. പിന്നെ മാറ്റ് ഹെൻറിയെ എത്തിച്ചുകൊണ്ടാണ് അവർ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുള്ളത്, നദാൻ എല്ലിസിനൊരു കവർ എന്ന രൂപത്തിൽ. പിന്നെ അവർ ജെയ്സൺ ഓൾഡർ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഓൾറൗണ്ടർ പൊസിഷനിലേക്ക്. പക്ഷേ അത് ഔട്ട് ബിഡ് ചെയ്തു ഗുജറാത്ത് ടൈറ്റൻസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. എന്നാൽ രവി ബിഷ്ണോയി അവർ ഒരു ശ്രമം നടത്തിയിട്ടുള്ള താരമാണ്. ബിഷ്ണോയെ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനും CSKക്ക് കഴിയാതെ പോയി. പക്ഷേ രാഹുൽ ചാഹറിനെ അവരെത്തിച്ചു. സെയിം സ്കിൽ സെറ്റാണ് രാഹുൽ ചാഹറിന് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നൂർ അഹമ്മദ് ഓൾറെഡി അവിടെ ഉണ്ട്, റിസ്റ്റ് സ്പിന്നർ. അപ്പോഴാണ് രവി ബിഷ്ണോയ്ക്ക് വേണ്ടി പോയത്. പക്ഷേ രവി ബിഷ്ണോയെ കിട്ടിയില്ല. രാഹുൽ ചാഹറിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നെ ബേസ് പ്രൈസിന് ആദ്യം അൺസോൾഡ് ആയിട്ടുള്ള സർഫ്രാസ് ഖാൻ എടുത്തത് ഒരു മികച്ച ബൈയാണെന്ന് പറയും. കാരണം സർഫ്രാസ് ഇപ്പോൾ മികച്ച ഫോമിലാണ്. ഈ ഫോം അദ്ദേഹത്തിനടുത്ത IPLലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ IPLിലെ ബ്രേക്ക് ത്രൂ ഇയർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇത് എന്ന് മാത്രമല്ല, തലയുടെ കീഴിൽ സർഫ്രാസിന് തൻ്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം കൂടിയാണ്. പിന്നെ അവർ എത്തിച്ചിട്ടുള്ള മറ്റൊരു താരമാണ് ഇപ്പം ന്യൂസിലാൻഡിൽ നിന്ന് എത്തിച്ചിട്ടുള്ള സാക്ക് ഫോൾസ് എന്ന് പറയുന്ന കളിക്കാരൻ, സാക്ക് ഫോൾസ്. സോ അതും ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു കവർ എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് സാക്ക് ഫോൾസ്. പിന്നെ അഖിൽ ഹുസൈൻ എത്തിച്ചു. അത് അദ്ദേഹം CSKയുടെ മറ്റ് ഗ്ലോബൽ ലെവലിലുള്ള മറ്റ് ഫ്രാഞ്ചൈസികളിൽ കളിക്കുന്ന ആളാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൗളിംഗ് കപ്പാസിറ്റി അവിടെ ചെപ്പോക്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൻ ഖാനെ അവർ കൊണ്ടുവന്നു. ഓസ്ട്രേലിയയുടെ മാത്യു ഷോട്ടിനെ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ടീമിന് ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം. മോശമല്ലാത്ത ഒരു സ്ക്വാഡ് ഉണ്ടാക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപിടി യുവതാരങ്ങളുമുണ്ട്. സോ ചില താരങ്ങളെ, അവർ ആഗ്രഹിച്ച താരങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാമറൂൺ ഗ്രീൻ്റെ കാര്യത്തിലാണെങ്കിലും മുസ്തഫിസൂറിൻ്റെ കാര്യത്തിലാണെങ്കിലും രവി ബിഷ്ണോയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഓപ്ഷനിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഓൾമോസ്റ്റ് അവരുടെ ബേസൊക്കെ അവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ CSKയുടെ ഈ ഒരു ഓപ്ഷൻ പെർഫോമൻസിനെ
വെരി ഗുഡ് എന്ന രൂപത്തിൽ നമുക്ക് റേറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. എക്സലൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് പഞ്ചാബ് കിങ്സിൻ്റെ കാര്യമാണ്. PBKS. ഈ പറഞ്ഞ പോലെ PBKSനൊന്നും ഒരുപാട് താരങ്ങളെ സ്ക്വാഡിലേക്ക് എടുക്കാനുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. കാരണം ഓൾറെഡി സെറ്റായിട്ടുള്ളൊരു സ്ക്വാഡ്, അതിൽ അല്ലറ ചില്ലറ മാറ്റങ്ങൾ മാത്രമാണ് അവർക്ക് വരുത്താനുണ്ടായിരുന്നത്. വലിയ ഒരു തുകയും കൊണ്ടല്ല അവർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ 40 കോടി 60 കോടി അല്ലെങ്കിൽ 50 കോടി ആ റേഞ്ചിലല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതവർ ചെയ്തു എന്നാണ് നമുക്ക് പറയേണ്ടത്. ഓൾമോസ്റ്റ് ഒരു ലോക്കി ഓപ്ഷനാണ് അവർ നടത്തിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 21 പ്ലെയേഴ്സിനെ അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്കാകെ 4 സ്ലോട്ടുകളെ ഫില്ല് ചെയ്യാനുള്ളൂ. IPL 2025 ഫൈനൽ കളിച്ചിട്ടുള്ള ടീമാണ്. അപ്പോൾ RCBയെ പോലെ തന്നെ, അതായത് കിരീടം ചൂടിയ RCBയെ പോലെ തന്നെ PBKSും കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ എത്തിയത്. 6 പ്ലെയേഴ്സിന് വേണ്ടി മാത്രമാണ് അവർ ലേലത്തിൽ പങ്കെടുത്തത്. 4 താരങ്ങളെ അവർ സെക്യൂർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അവർക്ക് മിസ് ചെയ്ത ഒരു താരം എന്ന് പറഞ്ഞാൽ അവരുടെ മുൻ താരം കൂടിയായിട്ടുള്ള രാഹുൽ ചാഹറിനെയാണ്. അദ്ദേഹത്തെ എത്തിക്കാൻ അവർക്ക് കഴിയാതെ പോയി. അതുപോലെ തന്നെ ഇപ്പം 5 കോടി രൂപ സ്പെൻഡ് ചെയ്യാൻ വരെ അവർ തയ്യാറായിരുന്നു. ബട്ട് അവർക്ക് കഴിയാതെ പോയപ്പോൾ പിന്നെ അവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ വിശാൽ നിഷാദിനെയും അതുപോലെ തന്നെ പ്രവീൺ ട്യൂബയെയും അവർ സ്ക്വാഡിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ആ ഒരു സ്പിന്നേഴ്സിൻ്റെ ഭാഗം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ശ്രമിച്ചത്. കാരണം യശ്വന്ദ്ര ചാഹൽ അവിടെയുണ്ട്. അദ്ദേഹത്തിന് ഒരു ബാക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് വേണ്ടത്. സോ വിശാൽ നിഷാദ് എന്ന് പറയുന്ന താരത്തെ അവർ കൊണ്ടുവന്നു. കൂടാതെ സ്പിൻ ബൗളറായിട്ട് അവർ പ്രവീൺ ട്യൂബയെ കൊണ്ടുവന്നു. സോ അങ്ങനെയുള്ള നീക്കങ്ങൾ അവർ നടത്തി. ദെൻ അവരെ സംബന്ധിച്ചിടത്തോളം ബിഗ്ഗസ്റ്റ് ഔട്ട്ലെ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ബെൻ ഡോർഷിസിനെ അവർ 4.4 കോടിക്കാണ് എത്തിച്ചിട്ടുള്ളത്. അത് ലോക്കി ഫെർഗൂസനെ കവർ ചെയ്യാൻ വേണ്ടി. ലോക്കി ഫെർഗൂസൻ നമുക്കറിയാമല്ലോ, ഒരു ഇഞ്ചുറി പ്രോണായിട്ടുള്ള കളിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് അവർ അത്തരത്തിൽ ബെൻ ഡോർഷിസിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവരെന്തായാലും നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ അവർക്ക് എത്തിക്കാനും കഴിഞ്ഞത് ഒരു കവറാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഓസ്ട്രേലിയൻ താരം കൂപ്പർ കനോലിയെ അവർ ഓപ്ഷനിലൂടെ എത്തിച്ചു. അതിപ്പോൾ ജോഷ് ഇംഗ്ലീസ് പോയി. അപ്പോൾ അവിടെ ഒരു ബിഗ് ഗ്യാപ്പ് ഉണ്ട്. അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓൾറൗണ്ടറാണ് കൂപ്പർ കനോലി എന്നുള്ളത്. ടീമിൻ്റെ ഓൾറെഡി വളരെ റിച്ച് ആയിട്ടുള്ള ആ ഒരു ഓൾറൗണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്തു. എന്തായാലും മോശമല്ലാത്ത ഒരു ബിഡും കാര്യങ്ങളൊക്കെ തന്നെ അവർ നടത്തി. അവരുടെ എല്ലാ മേഖലയും അവർക്ക് കവറപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാം. സോ എക്സലൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് താരങ്ങളൊന്നും എത്തിച്ചു എന്നുള്ളതല്ല, വേണ്ട ഏരിയകളൊക്കെ അവർ ഫില്ല് ചെയ്തു പോയി എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യമാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരുപാട് താരങ്ങളെയൊന്നും അവർക്ക് വേണ്ടതുണ്ടായിരുന്നില്ല. ആകെ അവർക്ക് 5 സ്ലോട്ടുകളാണ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത്. 4 ഓവർസീസ് സ്ലോട്ടുകളുണ്ടായിരുന്നു. സോ 3 ഓവർസീസ് താരങ്ങളെ അവർ എത്തിച്ചു, 2 ഇന്ത്യൻ താരങ്ങളെയും എത്തിച്ചുകൊണ്ടാണ് അവർ ഈ ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. അവരുടെ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് വെങ്കിടേഷ് അയ്യർക്ക് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടായിരുന്നു. പക്ഷേ വളരെ കുറഞ്ഞ ശ്രമങ്ങൾ നടത്തി അവർ പിൻവാങ്ങിയായിരുന്നു. പിന്നെ അശോക് ശർമ്മ, നമുക്കറിയാമല്ലോ രാജസ്ഥാൻ്റെ മികച്ച ഒരു താരമാണ്. അദ്ദേഹത്തെ അവർ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നു. 90 ലക്ഷത്തിനായിരുന്നു അത്. സോ കറൻ്റ്ലി അദ്ദേഹം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ വിക്കറ്റ് ടേക്കേഴ്സിൻ്റെ ചാർട്ടിൽ തലപ്പത്ത് നിൽക്കുന്നയാളാണ്. സോ ഒരു സംശയവും വേണ്ട, അതൊരു സ്മാർട്ട് ബൈ ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓൾറെഡി സ്ട്രോങ് ആണ് അവരുടെ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ. മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, കാഗിസോ റബാദ ഇങ്ങനെയുള്ള താരങ്ങൾ ഉള്ളിടത്തേക്കാണ് ഇപ്പോൾ ഈ താരത്തെ കൂടി അവർ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജെയ്സൺ ഓൾഡർക്ക് വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തി. സോ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് നല്ലൊരു ബിഡ് വാർ തന്നെ നടന്നു. പക്ഷേ 7 കോടിക്ക് ജെയ്സൺ ഓൾഡറെ അവർ ടീമിലേക്ക് എത്തിച്ചു എന്ന് പറയുമ്പോൾ ടീമിൻ്റെ ഒരു ബാലൻസിൽ വളരെ പ്രധാനപ്പെട്ട റോള് ഓൾറൗണ്ടറായിട്ടുള്ള ജെയ്സൺ ഓൾഡർക്ക് വഹിക്കാനുണ്ട്. അത് അവർ അവിടെ ഫില്ല് ചെയ്തെന്ന് പറയാം. പിന്നെ ലിയാം ലിവിങ്സ്റ്റന് വേണ്ടി അവരൊരു ഇൻട്രസ്റ്റ് നടത്തി, പക്ഷേ എത്തിക്കാൻ പറ്റിയില്ല. ബെൻ ഡോർഷിസ്, ജാക്ക് എഡ്വേർഡ്സ് ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ
ബിഡുമായിട്ട് രംഗത്തുണ്ടായിരുന്നെങ്കിലും ആരെയും അവർക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അവർ അടുത്തതായിട്ട് അവർ പർച്ചേസ് ചെയ്തത് ടോം ബാൻറ്റനെയാണ്. അത് തീർച്ചയായിട്ടും ജോസ് ബട്ട്ലർക്കുള്ളൊരു ബാക്കപ്പാണ്, ഒരു ലൈക്ക് ഫോർ ലൈക്ക് ബാക്കപ്പ് എന്ന് പറയാം. സോ അങ്ങനെ ഒടുവിൽ അവർ പൃഥ്വിരാജ് യാഴ, ലൂക്ക് വുഡ് എന്നിവരെ കൂടി സ്ക്വാഡിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. സോ ചില താരങ്ങൾക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തി, അത് കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ അവരുടെ ഈ ഒരു ഓപ്ഷനിലെ പെർഫോമൻസിന് വെരി ഗുഡ് എന്നുള്ള റാങ്ക് കൊടുക്കാം. ദെൻ ലക്നൗ സൂപ്പർ ജയൻസ്. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവർ ഇത്തവണ 22.95 കോടിയുമായിട്ടാണ് അവർ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. 6 സ്ലോട്ടുകളാണ് അവർക്ക് ബാക്കിയുണ്ടായിരുന്നു. പറഞ്ഞാൽ 4 ഓവർസീസ് സ്ലോട്ട് അടക്കം 6 സ്ലോട്ടുകളാണ് അവർക്ക് ബാക്കിയുണ്ടായിരുന്നത്. അവരിപ്പം ഡേവിഡ് മില്ലറെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുപോലെയുള്ള ഒരു ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഫിനിഷറെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അവർ നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തിയത് അങ്ങനെ അങ്ങ് വിജയിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. കമ്പാരിറ്റീവ്ലി ഒരു ക്വയറ്റായിട്ടുള്ള ഓപ്ഷനാണ് അവർക്കുണ്ടായിരുന്നത്. അവർ വെങ്കിടേഷ് അയ്യർക്ക് വേണ്ടിയിട്ടുള്ള ബിഡിൽ ഉണ്ടായിരുന്നു, അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. മദീഷ പതിരാനക്ക് വേണ്ടി അവർ ശ്രമം നടത്തി, അതും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതേസമയം വാനന്ദു ഹസരംഗയെ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അവരുടെ ബൗളിങ്ങിനെ കൂടുതൽ കരുത്തു പകരും എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കപ്പാസിറ്റി ടീമിന് ഗുണം ചെയ്യുകയും ചെയ്യും. പിന്നെ അവർ എത്തിച്ചിട്ടുള്ളത് ആൻഡ്രിക് നോർക്കിയാണ്. എന്ന് പറഞ്ഞാൽ പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. പക്ഷേ ഓൾറെഡി നമുക്കറിയാമല്ലോ അവർക്ക് അവിടെ കുറേ പേസ് ബൗളേഴ്സ് ഉണ്ട്, മുഹമ്മദ് ഷമി, മോസിൻ ഖാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കുറേ പേസ് ബൗളേഴ്സ് ഉണ്ട്, ആവേഷ് ഖാൻ. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പലരും ഇഞ്ചുറി പ്രോണാണ്. ആ കൂട്ടത്തിലേക്കാണ് മറ്റൊരു ഇഞ്ചുറി പ്രോണായിട്ടുള്ള ആൻഡ്രിക് നോർക്കിയെ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. പിന്നെ മറ്റൊന്ന്, ലിയാം ലിവിങ്സ്റ്റന് വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തെ അവർക്ക് കിട്ടാതെ പോയി. 12.8 കോടി വരെയൊക്കെ അവർ ബിഡ് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ദെൻ അവർ 8.6 കോടി കൊടുത്തുകൊണ്ട് ജോഷ് ഇംഗ്ലീഷിനെ എത്തിച്ചു. അതെന്ത് പയ്യാണ് എന്നുള്ളതാണ്. കാരണം PBKs എന്തിനാണ് അദ്ദേഹത്തെ റിലീസ് ചെയ്തത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഴുവൻ മത്സരങ്ങൾക്കും അവൈലബിൾ ആവില്ല. 3 or 4 മത്സരങ്ങൾക്ക് മാത്രമേ ലഭ്യമാവൂ എന്ന തരത്തിലാണ് വാർത്തകൾ. പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. സോ അങ്ങനെയുള്ളൊരു താരത്തിന് വേണ്ടി 12.8 കോടി വാരി എറിഞ്ഞു. അതുകൊണ്ടാവുമോ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? അതായത് ഡേവിഡ് മില്ലറെ ഒഴിവാക്കിയതിൻ്റെ ആ ക്ഷീണം ഇതിലൂടെ മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. പിന്നെ അവർ അക്ഷത് രഘുവൻഷി, മുകുൾ ചൗധരി, നമൻ തിവാരി എന്നീ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചു. അത് പ്രോമിസിങ് ആയിട്ടുള്ള യങ് താരങ്ങളാണ്. അത് അവർക്കൊരു പക്ഷേ ഭാവിയിൽ ഗുണം ചെയ്തേക്കാം. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുഡ് എന്നോ വെരി ഗുഡ് എന്നോ എക്സലൻ്റ് എന്നൊന്നും പറയാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. ഒരു എബവ് ആവറേജ് പെർഫോമൻസാണ് LSG ഇതിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത് നമ്മൾ നോക്കുന്നത് KKRൻ്റെ കാര്യമാണ്. KKR ഈ ലേലത്തിലെ താരങ്ങൾ അവരായിരുന്നില്ല, അവരെയാണല്ലോ എല്ലാവരും ഉറ്റുനോക്കിയത്. കാരണം മറ്റൊന്നുമല്ല, വലിയ ഒരു തുകയും കൊണ്ടാണ് KKR ഇത്തവണത്തെ ഓപ്ഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബിഗ് അമൗണ്ടും കൊണ്ടുവന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആൻഡ്രെ റസൽ സ്ക്വാഡിൽ നിന്ന് വിരമിച്ച് അദ്ദേഹം കോച്ചിങ് ജോബിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു ഏരിയ കവർ ചെയ്യണം, ആ ബിഗ് ഹോൾ കവർ ചെയ്യണം. അതിനുവേണ്ടി അവർ ക്യാമറൂൺ ഗ്രീനായിട്ട് ശ്രമം നടത്തി. നല്ല രൂപത്തിലുള്ള ബിഡ് CSKയുടെ ഭാഗത്ത് വന്നു. പക്ഷേ പോരാട്ടത്തിനൊടുവിൽ 25.2 കോടി കൊടുത്തുകൊണ്ട് ഒരു മിനി ഓപ്ഷനിൽ ഒരു താരത്തിന് കൊടുക്കാവുന്ന വലിയ തുക കൊടുത്തുകൊണ്ട് അവർ ക്യാമറൂൺ ഗ്രീനെ സ്വന്തമാക്കി. അവിടും കൊണ്ടും കഴിഞ്ഞില്ല. അവർ പിന്നെ ഓവർസീസ് പേസർ അവർക്ക് വേണം. ആ ഓവർസീസ് പേസർക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം 18 കോടി മദീഷ പതിരാനക്ക് കൊടുത്തുകൊണ്ടാണ് അടുത്ത ഒരു താരത്തെ അവർ ടീമിലേക്ക് എത്തിക്കുന്നത്. സോ അവിടെയും അവർ വലിയ തുക വാരിയെറിഞ്ഞു. അതുകൊണ്ടും കഴിഞ്ഞില്ല. മുസ്തഫീസുർ റഹ്മാന് വേണ്ടിയിട്ട് അദ്ദേഹം ഫുൾ മാച്ച് അവൈലബിൾ ആകുമ്പോൾ നേരത്തെ സംശയമുണ്ട്, പാർഷ്യൽ അവൈലബിലിറ്റി ഉള്ളൂ എന്നാണ് വിവരം. 9.2 കോടി കൊടുത്തുകൊണ്ട് മുസ്തഫീസുർ റഹ്മാനെയും എത്തിച്ചു. വലിയ തുക കയ്യിലുണ്ടായിരുന്നു. അതിങ്ങനെ വമ്പൻ താരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിലൊക്കെ ചില സംശയങ്ങളുണ്ട്. 18 കോടിക്കുള്ള താരമുണ്ടോ?
അതുപോലെ തന്നെ കാമറൂൺ ഗ്രെയിന് ഈ പറഞ്ഞ പോലെ 25 കോടിയിലധികം കൊടുത്തിട്ട് അതിന് വേർത്താണോ എന്ന ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉയരും. ആ ബിഡുകൾ എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും വേണ്ടിയിരുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ ടീമിലുണ്ടായിരുന്ന 3 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരെയും അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർക്കായിട്ട് ശ്രമിച്ചു. ഫിൻ അലനെ ടീമിലേക്ക് എത്തിച്ചു, ടിം സിഫേർട്ടിനെ സ്ക്വാഡിലേക്ക് എത്തിച്ചു. ഇപ്പം റീസെൻ്റ്ലി BBL സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു ടിം സിഫേർട്ട്. സോ രണ്ടുപേരും ഓപ്പൺ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള താരങ്ങൾ കൂടിയാണ്. അപ്പോൾ സുനിൽ നരയൻ, അജിങ്ക്യ രഹാനെ കൂട്ടുകെട്ട് ഓപ്പണിങ്ങിൽ ഉണ്ടാവേണ്ട എന്ന് തന്നെയാണ് മാനേജ്മെൻറ്റ് തീരുമാനം എന്നാണ് തോന്നുന്നു. പിന്നെ ഡൽഹിയുടെ തേജസ്വി സിംഗിനെ കൂടി അവർ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ അവരുടെ ആ ഒരു ഏരിയ, അതായത് വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള ഫില്ല് ചെയ്യാനുള്ള ഹോൾ അവർ കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊരു മിഡിൽ ഓർഡർ ബാറ്റർക്ക് വേണ്ടിയിട്ട് ശ്രമം നടത്തി. പക്ഷേ അവരുടെ ബാറ്റിംഗ് പിക്സ് എന്ന് പറഞ്ഞാൽ രാഹുൽ ത്രിപാഠിയും രജനി രവീന്ദ്രയുമാണ്. അപ്പോൾ ഇവർ കുറച്ചുകൂടി ന്യൂ ബോളിനോടാണ് കംഫർട്ടബിൾ. മിഡിൽ ഓർഡറിൽ എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം. സോ ടോപ്പിലേക്ക് ഉള്ള ഒരു കണ്ടസ്റ്റ് അവിടെ കൂടുകയാണ്. ആകാശ്ദീപ്, കാർത്തിക് ത്യാഗി എന്നീ ഇന്ത്യൻ പേസേഴ്സ്, അതേസമയം ദക്ഷ് കാംബ്ര, സാർത്ഥക് രഞ്ജൻ എന്നുള്ള സ്പിന്നിങ് ഓൾറൗണ്ടേഴ്സിനെയും സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. ലെഗ് സ്പിന്നർ പ്രശാന്ത് സോളങ്കി സ്ക്വാഡിലേക്ക് വന്നതോടുകൂടി അവരുടെ 25 മെമ്പർ സ്ലോട്ട് കംപ്ലീറ്റ് ആവുകയാണ്. സ്റ്റിൽ ചോദ്യങ്ങളുണ്ട്. ആര് ക്യാപ്റ്റനാവും, എങ്ങനെയായിരിക്കും ഈ സ്ക്വാഡ് വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവരുടെ ഈ ഒരു ഓപ്ഷന് നമ്മളിപ്പം കൊടുക്കുന്നത് ഗുഡ് എന്നുള്ള ഒരു റേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ സഞ്ജു സാംസൺ പോയെങ്കിലും മോശമല്ലാത്തൊരു സ്ക്വാഡ് അവർക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേക്കാണ് അവർ കുറച്ച് താരങ്ങളെ കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നത്. അതവർ ഈ ഒരു ഓപ്ഷനിൽ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. 7 ഓവർസീസ് പ്ലേയേഴ്സ് ഓൾറെഡി അവരുടെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ അവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ടാലൻസിനെ ബാക്കപ്പായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരെ എത്തിക്കുന്നതിൽ സക്സസ്ഫുള്ളായി എന്നും വേണമെങ്കിൽ പറയാം. പ്രശാന്ത് വീറിനെയും ഒക്കീബ് നബിയെയും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ അവരുടെ കയ്യിൽ ഫണ്ട് അതിന് മാത്രം ഇല്ലാത്തതുകൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ നമൻ തിവാരി, അശോക് ശർമ്മ തുടങ്ങിയവരെ എത്തിക്കുന്നതിലും അവർ പരാജയപ്പെടുകയായിരുന്നു. അപ്പോൾ ബാക്കപ്പ് കീപ്പർ ധ്രുവ് ജുറലിനൊരു ബാക്കപ്പ് കീപ്പർ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. ഒടുവിൽ രവി സിംഗിനെ എത്തിച്ചുകൊണ്ട് അവർക്ക് സെറ്റിലാവേണ്ടി വന്നു. കാരണം മുകുൾ ചൗധരിയുടെ കാര്യത്തിൽ അവർ ഔട്ട്ബിഡായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ ഫസ്റ്റ് ചോയ്സ് സ്പിൻ ടാർഗറ്റിന് അവർ എത്തിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ഈ ഓപ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രവി ബിഷ്ണോയിയെ 7.2 കോടി കൊടുത്തിട്ട് അവർ ടീമിലേക്ക് എത്തിച്ചു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ചോയ്സ് ടാർഗറ്റ് തന്നെ അവിടെ അവർ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഓപ്പണർ അമൻ റാവു, അദ്ദേഹം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച രൂപത്തിൽ കളിച്ചിട്ടുള്ള കളിക്കാരനാണ്. അദ്ദേഹത്തെ അവർ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പിന്നെ ബ്രിജേഷ് ശർമ്മ, പൃഥ്വിരാജ്, വിഘ്നേഷ് പുത്തൂർ, കുൽദീപ് സെൻ തുടങ്ങിയ താരങ്ങളൊക്കെ ബേസ് പ്രൈസിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫാസ്റ്റ് ബൗളേഴ്സിൻ്റെ ബാക്കപ്പ് എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ബാക്ക് ടു ബാക്കായിട്ട് അതിൽ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒടുവിൽ ഇവഞ്ച്വലി അവർ സുശാന്ത് മിശ്രയെ സ്ക്വാഡിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ബാക്കപ്പായിട്ട് ആദം മിൽനയെ എത്തിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ജോഫ്രെ ആർച്ചറുടെ ആ ഒരു ഭാരം ഒന്ന് കുറക്കാൻ സഹായിക്കും എന്ന് തന്നെ കരുതാം. അപ്പോൾ ഇവരുടെ ഈ ഒരു ബിഡിൻ്റെ കാര്യത്തിലും അവർക്ക് ആവശ്യമുള്ള സ്ലോട്ടുകളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ചില ശ്രമങ്ങൾ നടത്തിയത് സക്സസ്ഫുൾ ആവാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വെച്ചുകൊണ്ട് നമുക്കൊരു വെരി ഗുഡ് എന്നുള്ള മാർക്കിലേക്കാണ് അവരുടെ ഓപ്ഷൻ പെർഫോമൻസിന് പറയാൻ പറ്റുക. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഈ പറഞ്ഞ പോലെ 21.8 കോടിയുമായിട്ട് ഓപ്ഷൻ എത്തിയിട്ട് അവർക്ക് ഫില്ല് ചെയ്യേണ്ട കുറച്ച് പൊസിഷൻസ് ഉണ്ടായിരുന്നു. അതവർ ഫില്ല് ചെയ്തിട്ട് പോയി. കുറച്ചുകൂടി വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സ്ക്വാഡും അവർ സെറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും.
സോ ഒരു ഫൈൻ ജോബാണ് അവർ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ പറയും. അവർക്ക് ആവശ്യമുള്ള ബോക്സസൊക്കെ അവർ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും അവർക്കുണ്ടായിരുന്നൊരു പ്രശ്നം കഴിഞ്ഞ സീസണിൽ 7-8 പേഴ്സിനെ അവർ ഓപ്പണിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതൊന്നും സെറ്റിലായി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫാഫ് ടു പ്ലസിയും ജെയ്ക്ക് ഫ്രേസറും മക്കാർക്കരെയും ഒക്കെ റിലീസ് ചെയ്തപ്പോൾ ഓപ്പണിംഗ് പെയർ ഒന്ന് അവർക്ക് ശരിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ശ്രീലങ്കയുടെ ഡിസ്ട്രക്റ്റീവ് ഓപ്പണർ പത്തും നിസാങ്കയെ അവർ സ്ക്വാഡിലേക്ക് എടുത്തു. പിന്നെ ബാക്കപ്പായിട്ട് ഇന്ത്യൻ ബാക്കപ്പായിട്ട് പൃഥ്വി ഷോയെ അവർ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. സോ ആ ഏരിയ അവരങ്ങനെ അവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ബൗളിംഗ് കൺസേൺസ് DC-യെ എല്ലായ്പ്പോഴും പ്രശ്നം ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ അവർ മദീഷ പതിരാനയ്ക്ക് വേണ്ടി മുസ്തഫീസുർ റഹ്മാന് വേണ്ടിയിട്ടും ശ്രമം നടത്തിയെങ്കിലും അത് അവർക്ക് സക്സസ്ഫുൾ ആയിട്ടില്ല. അതാണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയാം. പക്ഷേ ഒടുവിൽ അവർ ലുങ്കി എങ്കിഡിയെയും പിന്നെ അവസാനം KL ജാമീസിനെയും കൊണ്ടുവന്നു, ബേസ് പ്രൈസിന് കൊണ്ടുവന്ന് ആ ബോക്സസും അവർ ടിക്ക് ചെയ്തു. പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈ എന്ന് പറഞ്ഞാൽ ഡേവിഡ് മില്ലറെ ചെറിയ തുകക്ക് 2 കോടിക്ക് അവർക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് അവരെ സംബന്ധിച്ചോളം നോക്കുക, ട്രിസ്റ്റൻ സ്റ്റെപ്സും അശുതോ ശർമ്മയും ഉള്ള ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ഡേവിഡ് മില്ലറെ പോലെയുള്ളൊരു ഡിസ്ട്രക്റ്റീവ് ബാറ്ററെ കൂടി എത്തിച്ചത് അവരുടെ ശക്തി എന്തായാലും വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഏറ്റവും കോസ്റ്റ്ലിസ്റ്റ് ആയിട്ടുള്ള ബൈ എന്ന് പറയുന്നത് ആക്കിബ് നബിയെ എത്തിച്ചതാണ്. ആക്കിബ് ദാർ നബിയെ അവർ എത്തിച്ചു. അത് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു കാര്യം തന്നെയായിരുന്നു. DC-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൗളിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ അതിലൂടെ സഹായിക്കും. എല്ലാവരും പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. പവർ പ്ലേയിൽ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പറ്റും. സോ മികച്ച ഒരു ബിഡും കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തിയ ഓപ്ഷനിൽ DC-ക്ക് ഞാൻ എക്സലൻറ്റ് മാർക്ക് കൊടുക്കും. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തത് നമ്മൾ നോക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഏരിയ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പവർ പ്ലേ പേസറുടെ ഹോളുണ്ട്, അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മുഹമ്മദ് ഷമിയെ അവർ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ക്വിക്ക് ബോളർ ആക്കിബ് നബിയെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ ആ റേസിൽ അവർ ഡൽഹി ക്യാപിറ്റൽസിനോട് പരാജയപ്പെടുകയായിരുന്നു. 8.2 കോടി വരെയൊക്കെ അവർ ഓഫറുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിന് കഴിയാതെ പോയി. പിന്നെ ശിവം മാവിയെ എത്തിച്ചു. ശിവൻ മാവി, അതുപോലെ തന്നെ ഹിഞ്ചെ, ഓംകാർ ടർമയിൽ, സാക്കിബ് ഹുസൈൻ തുടങ്ങിയ താരങ്ങളെയാണ് പിന്നീട് അവർ സ്ക്വാഡിലേക്ക് എത്തിച്ചത്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിലായിരിക്കും IPL-ൻ്റെ മത്സരങ്ങളിൽ പവർ പ്ലേ സമയത്ത് അവരെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കണ്ടറിയേണ്ടത്. പാറ്റ് കമിൻസിന് കൂടെ ആര് എന്നുള്ളതുണ്ട്. എന്തായാലും ശിവമാവിക്ക് 5 സീസണിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒടുവിലൊക്കെ കളിച്ചിട്ടുള്ളത് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അവർ ലെഫ്റ്റ് ആം സ്പിൻ ഓൾറൗണ്ടർ പ്രശാന്ത് വീറിന് വേണ്ടിയിട്ടും വിക്കറ്റ് കീപ്പർ ബാറ്റർ കാർത്തിക് ശർമ്മയ്ക്ക് വേണ്ടിയിട്ടും ശ്രമങ്ങൾ നടത്തി. അതിൽ അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സെലിൽ അറോറയെ എത്തിച്ചു. 1.5 കോടിക്ക് അവർ സെലിൽ അറോറയെ എത്തിച്ചു. സോ അത് അവർക്ക് ഗുണകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ഫോം മികച്ചതാണ്. 350 റൺസ്. അദ്ദേഹം 9 T20 ഐസിൽ നിന്ന് സ്ട്രൈക്ക് റേറ്റ് 197.25 അവരടിച്ചിട്ടുണ്ട്. പിന്നെ ലിയാം ലിവിങ്സ്റ്റനെ 13 കോടിക്ക് എത്തിച്ചു എന്നുള്ളത് അവരുടെ ടോപ്പ് ഓർഡറിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തും എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്പിൻ ബൗളിംഗ് കപ്പാസിറ്റി കൂടി അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ അവർ ലെഫ്റ്റ് ആം ലെഗ് സ്പിന്നർ ക്രൈൻ ഫുലേട്രയെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം IPL 2025 നെറ്റ് ബൗളറായിട്ട് ഇംപ്രസ് ചെയ്യിച്ചിട്ടുള്ള ഒരാളാണ്. സോ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ SRHൻ്റെ ഈ ഒരു ഓപ്ഷൻ അത്ര മികച്ചതാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. കുറേ ബേസ് പ്രൈസിന് കുറേ താരങ്ങളെ അവർ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് കണ്ടറിയണം. ഗുഡ് എന്നുള്ളതാണ് അവർക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാർക്ക്. ഇനി മുംബൈ ഇന്ത്യൻസ് ആണ് അടുത്തത്. മുംബൈ ഇന്ത്യൻസ് നമുക്കറിയാമല്ലോ, വലിയ തുകയൊന്നും അവർക്ക് ഈ ഒരു ഓപ്ഷനിൽ ചിലവഴിക്കാനുണ്ടായിരുന്നില്ല. 2.25 കോടി പേഴ്സുമായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി സെറ്റായിട്ടുള്ള സ്ക്വാഡിൽ ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് മാത്രമേ ഉള്ളൂ. അവർ അതിൽ 1 കോടി ക്വിൻ്റൻ ഡി കോക്കിനെ എത്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അറിയാലോ, ക്വിൻ്റൻ ഡി കോക്ക് അവരുടെ പഴയ താരം കൂടിയാണ്. സോ
അദ്ദേഹത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ തുക അവർ ചിലവഴിച്ചു. ഇപ്പോൾ സമീപകാലത്ത് മികച്ച ഫോമിലാണ് അദ്ദേഹം ഉള്ളത്. 46 ബോളിൽ 90 റൺസൊക്കെ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു സമീപകാലത്ത്. റിയാൻ റിക്കിൾട്ടൺ അത്ര മികച്ചൊരു ഫോമിലല്ല താനും. സോ റിയാൻ റിക്കിൾട്ടനും QDKയും ഒക്കെ വരുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഓപ്ഷൻസ് അവിടെ ലഭിക്കുകയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ജോണി ബെയർസ്റ്റോ ഉണ്ടായിരുന്നു IPLൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇത്തവണ QDK കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു ഏരിയ അവർ ഫില്ല് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 3 അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയേഴ്സിനെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നു 30 ലക്ഷം രൂപക്ക്. അപ്പോൾ ലാസ്റ്റ് സീസണിൽ അവരുടെ ഓൺലി ഇന്ത്യൻ സ്പിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് വിഘ്നേഷ് പുത്തൂരായിരുന്നു. വിഘ്നേഷ് പുത്തൂരിനെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അവർ മറ്റു താരങ്ങളെ സ്ക്വാഡിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അഥർവ അങ്കുലേക്കർ ലെഫ്റ്റ് ആം സ്പിൻ ഓൾറൗണ്ടറാണ്. പിന്നെ മായങ്ക് റവാത്ത് റൈറ്റ് ആം സ്പിൻ ഓൾറൗണ്ടറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങൾ അവർ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇസ്ഹർ സ്ക്വാഡിലേക്ക് വരുന്നു. അപ്പം അശ്വിനി കുമാറിനോടൊക്കെ ഒപ്പം ഡൊമസ്റ്റിക് ലെഫ്റ്റ് ആം പേസറായിട്ടുള്ള ഇസർ എത്തുന്നു എന്നുള്ളത് അവർക്ക് ഗുണം ചെയ്യും എന്നും പ്രതീക്ഷിക്കുന്നു. സോ അതാണ് അവരുടെ ഒരു ഓപ്ഷനിലെ കാര്യങ്ങൾ. അവരുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എക്സലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അവരുടേതെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. കൂടുതൽ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.